കഥയാ മാമ. ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ ബാബു നമ്പൂതിരി, ആ ബാബു നമ്പൂതിരി അല്ല, അയാൾ ഇങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണ്, പ്രായമുള്ളൊരു മനുഷ്യൻ. അയാൾ ഇങ്ങനെ അയാളുടെ ഒരു വീട്ടിലിരുന്നിട്ട് അയാളുടെ ബോംബെയിലുള്ള സഹോദരിയും സഹോദര ഭർത്താവിനെയൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുകയാണ് ഒരു കറുത്ത വസ്ത്രധാരിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ മതിലൊക്കെ ചാടിക്കടന്ന് ഷൂസൊക്കെ ഇട്ട് ബൂട്ടോ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഫോൺ വെച്ചിട്ട് അവിടെ അടുക്കളയിൽ പോയിട്ട് എന്തോ വെള്ളം തപ്പി എന്തൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ എന്തോ ശബ്ദം കേൾക്കും പുറത്ത്. അപ്പോൾ ഇയാൾ ശബ്ദം കേട്ട് പുറത്ത് വന്ന് നോക്കി ടോർച്ചൊക്കെ അടിച്ച് ആരാന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴേക്കും ആ വന്ന വ്യക്തി ഇയാളെ കൊല്ലും. ഇയാളെ കൊന്നതിന് ശേഷം ഈ മരിച്ചു കിടക്കണ ഇയാളുടെ വായ കുത്തി തുറന്ന് അതിലൊരു പിടിച്ചകിരി കുത്തി നിറയ്ക്കും. അപ്പം അതാണ് അയാളുടെ സിഗ്നേച്ചർ. എന്നിട്ട് അയാൾ അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ പോലീസുകാർ ഇൻക്വസ്റ്റ് ഒക്കെ ആയിട്ട് വരികയാണ്. ഈ നാട്ടുകാരൊക്കെ കൂടിയിട്ടുള്ളതിൻ്റെ ഇടയിൽ കൂടെ ഈ പോലീസുകാരെ അവിടേക്ക് കയറി വരുമ്പോഴേക്കും സോമൻ കാറിൽ വന്നിട്ട് പോലീസുകാരെ കുറച്ച് ചീത്തോളി, നിങ്ങളൊക്കെ എന്തിനാണോ മീശയും പിടിച്ച് നടക്കണോ, ഒരു കാര്യമില്ല, എനിക്ക് എന്തൊക്കെയാണ് പറഞ്ഞാൽ അയാൾ അവിടുന്ന് പോവും. അപ്പോൾ ആ ജൂനിയർ പോലീസുകാരൻ സീനിയർ ആയിട്ടുള്ള ആളടുത്ത് പറയും, ഇത് കുവൈറ്റ് മണി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ധനാഠ്യനായിട്ടുള്ള അവിടുത്തെ ഒരു പ്രമാണിയാണ്. എല്ലായിടത്തും പോയിട്ട് സംസാരിക്കുമ്പോൾ അയാളെ നിങ്ങളാണോ കൊന്നതെന്നുള്ള രീതിയിൽ അലിഗേഷൻ പറയണ പോലെയൊക്കെ അയാളടുത്ത് ചോദിക്കുമ്പോൾ അയാൾ പറയും, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ എന്നെ ഹരാസ് ചെയ്തോളൂ, എൻ്റെ അടുത്ത് എന്ത് വേണമെന്ന് ചോദിച്ചോളൂ, ഞാൻ പൂർണ്ണമായിട്ട് സഹകരിക്കും. കാരണം ഞാനും ജഡ്ജിയും തമ്മിൽ അത്രയും അടുത്ത ബന്ധമായിരുന്നു. ഞാനാണ് അയാളെ ക്ലബ്ബിൽ നിന്ന് ഇന്നലെ രാത്രി കൊണ്ടു വിട്ടത്. അതുവരെ ഞങ്ങൾ ക്ലബ്ബിൽ വർത്താനം പറഞ്ഞിരിക്കുക. ഞാൻ രാത്രി അയാളെ 8:10 ക്ലബ്ബിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. എനിക്ക് നന്നായിട്ട് അറിയണതാണ് എന്നൊക്കെ അയാൾ പറയും. പിന്നെ കാണിക്കണത് അയാളുടെ വീട്ടിലിങ്ങനെ പഴയ ചിത്ര എന്നുള്ള നടിയിൽ ആ ചിത്രയും ഇയാളും കൂടിയിട്ട് ഇങ്ങനെ അയാളുടെ ഒരു വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടാവണം. അപ്പോൾ ഈ സ്ത്രീ വളരെ ചെറുപ്പക്കാരിയാണ്, ഇയാൾ മധ്യവയസ്കനാണ്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പറയാം, എനിക്ക് ആകെ ടെൻഷനാണോ എന്തൊക്കെ പറയുമ്പോൾ ഇയാൾ പറയും, ഇതിനിപ്പോൾ എന്താ, എല്ലാവരും ഇപ്പം നാട്ടുകാർ അറിഞ്ഞപ്പോൾ എൻ്റെ മകൻ എനിക്ക് കത്ത് എഴുതി, ഇനി നിങ്ങൾ ഈ ബന്ധം പപ്പ തൊട്ടിലാണ് ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ നമുക്കൊന്നും ഒളിക്കാനില്ല, വീട്ടുകാരും നാട്ടുകാരൊക്കെ പറഞ്ഞു, ഞാൻ ഇനി തന്നെ എന്തായാലും വിടാൻ പോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആസ്തങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇയാൾ പിന്നെ അവിടുന്ന് ഞാൻ എസ്റ്റേറ്റിലേക്ക് ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് വരും. പിന്നിൽ വീണ്ടും ജീപ്പിൽ ഒരാൾ ഇതേപോലെ ബൂട്ടൊക്കെ ഇട്ട്, ആരാണെന്ന് കാണിക്കാനില്ല, കറുത്ത പാൻറ്റും ബൂട്ടും ഗ്ലൗസൊക്കെ ഇട്ടത് അയാളിങ്ങനെ ജീപ്പിൽ ഇയാളുടെ പിന്നാലെ വരും. പിന്നാലെ വന്ന് ഇയാളെ ഇങ്ങനെ കുറച്ച് ചേസ് ചെയ്ത് പിടിച്ച് ഇയാളെ ജീപ്പ് കൊണ്ട് ഇടിച്ചിട്ട് അവിടുന്ന് താഴത്തേക്ക് തള്ളിയിടും. കൊക്കയൊന്നുമല്ല, പക്ഷെ കുറച്ചൊരു ഇത് വീഴും. അയാളങ്ങനെ അതിൽ സോമൻ വരും. എന്നിട്ട് ഇയാൾ മെല്ലെ ഇറങ്ങി വന്നിട്ട് സോമൻ്റെ ബോഡിയുടെ വായ കുത്തി തിരികെ അതിൽ കുറച്ച് ചകിരി കുത്തി നിറച്ചിട്ട് അയാളവിടുന്ന് പോകും. അപ്പോഴാണ് നമ്മുടെ മമ്മൂട്ടിയുടെ എൻട്രി. മമ്മൂട്ടി സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഇയാൾക്ക് അങ്ങനെ കോള് വരും, അടുത്ത ഒരു ഇതുണ്ടായിട്ട്. അപ്പോൾ ഇയാളെ കേസ് അന്വേഷിക്കും. ഇയാൾ DSP ആണ്. അന്വേഷണം തുടങ്ങുമ്പോൾ ഇയാൾ ആദ്യം നേരെ പോയിട്ട് ഇയാളുടെ സബോർഡിനേറ്റ് ആയിട്ട് ലാലു അലക്സ് ആണ്. ഇയാൾക്കൊരു ഐഡിയ തോന്നും. ഇയാൾ നേരെ നിന്നിട്ട് നെക്സ്റ്റ് ഡേ ലാലു അലക്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ സിമിലർ പാറ്റേണിൽ എന്തെങ്കിലും ക്രൈം കുറച്ച് പണ്ട് നടന്നിട്ടുണ്ടോ നോക്കും. അപ്പോൾ അങ്ങനെ അയാൾ കുറേ അന്വേഷിച്ചിട്ട് അപ്പം നെക്സ്റ്റ് ഡേ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിന് ലാലു അലക്സ് റിപ്പോർട്ട് എടുക്കുമ്പോൾ നോക്കുമ്പോഴാണ് ബോംബെയിൽ വെച്ചിട്ട് ഒരു റൊസാരിയോ പറഞ്ഞിട്ടൊരാൾ ഇതുപോലെ മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ മരിച്ചതിന് ശേഷം അയാളുടെ വായിൽ ഇങ്ങനെ ചകിരി കണ്ടൊരു ഡെഡ് ബോഡി ഒരു കേസുണ്ട്. അയാൾ പോയ്സൺ ഉള്ളിൽ കഴിച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും നടന്നൊന്നുമില്ല. അയാൾ പോയ്സൺ മരിച്ച് സൂസൈഡ് ആയിരിക്കാനോ സത്യം എന്ന് പറഞ്ഞിട്ടാണ് കേസ് ക്ലോസ് ആയത്. അപ്പോൾ അന്ന് ഈ വായിൽ ചകിരി കണ്ടതിന് ആരും അന്വേഷിച്ചില്ലേ വരും. അപ്പോൾ ഇവർ പറയും, ലാലു അലക്സ് പറയും, അന്ന് അത് പോലീസ് ഡോക്ടർമാർ പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ ഈ വെപ്രാളത്തിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കടിച്ചു വലിക്കുക എന്നുള്ള പോലെ നമ്മൾ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ആ ഒരു വിഷം കഴിച്ച വെപ്രാളത്തിൽ സംഭവിച്ചായിരിക്കും എന്നിട്ട് അതങ്ങനെ എഴുതി തള്ളപ്പെട്ടു. അപ്പോൾ മമ്മൂട്ടി പിന്നെ നേരെ ഈ റൊസാരിയോ ആരായിരുന്നു, റൊസാരിയോ എവിടെയായിരുന്നു എന്നുള്ളത് അന്വേഷിച്ച് പോകുമ്പോൾ ഇദ്ദേഹത്തിന് നാട്ടിലൊരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് ഇയാൾ പോകും. ക്രിസ്റ്റി ഹൗസ് എന്നാണ് വീടിൻ്റെ പേര്. അതിനിടയിൽ പാരലലി വേറൊരു സംഭവം നടക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ജഡ്ജി ആണല്ലോ ആദ്യം മരിച്ച ആൾ. അപ്പോൾ ഈ ജഡ്ജിയുടെ പണ്ട് ഏതെങ്കിലും ആരെങ്കിലും കുറ്റത്തിന് ശിക്ഷിച്ച ആൾക്കാർ ചിലപ്പോൾ പരോളിൽ ഇറങ്ങിയിട്ടോ മറ്റോ പ്രതികാരം ചെയ്തിരിക്കുകയാണോ എന്നിട്ട് ആ രീതിയിലൊരു അന്വേഷണം നടത്തും. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോൾ ഒരു പൊന്നൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്, ഒരു ആളുണ്ടായിരുന്നു. അയാളെ ജഡ്ജി ശിക്ഷിച്ചിട്ടുണ്ട്. ആ വ്യക്തി ഒരു കൊലപാതകയായിരുന്നു. അയാൾ ഒരു 6 മാസം മുമ്പോട്ടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ അയാൾക്ക് സ്വാഭാവികമായിട്ടും പകയുണ്ടാവാം. അപ്പോൾ അയാൾ എന്താണെന്നുള്ള അയാളുടെ വീടൊന്ന് അന്വേഷിക്കാൻ വേണ്ടി കുറച്ച് പോലീസുകാർ രാത്രി അയാളുടെ വീട്ടിലേക്ക് പോകും. അല്ലെങ്കിൽ ചെറ്റപ്പരയിലാണ് താമസം.
അപ്പം അവിടെ വെച്ചിട്ട് അവർ നോക്കുമ്പോൾ അയാൾ അവിടുന്ന് ഇറങ്ങി ഓടും, ഇവർ പിന്നാലെ പോവും, കയറി പിടിക്കും. പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് മുകേഷ്. അയാളെ ഇങ്ങനെ ഇടിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ അയാൾ പറയും, അയ്യോ സാറേ ഞാൻ പൊന്നനല്ല, ഞാനൊന്നും അല്ല പൊന്നൻ. പിന്നെ നീ എന്തിനാണ് പൊന്നൻ്റെ വീട്ടിലേക്ക്? അതിപ്പോൾ പൊന്നൻ്റെ ഭാര്യയുടെ കാമുകൻ ഇപ്പം ഞാനാണെന്ന് ഇയാൾ പറയും. അപ്പോൾ ആസ്ത്രി അവിടെ വരും. പിന്നെ ഇങ്ങനെ ഈ ബഹളത്തിനിടെ കൂടെ രാത്രിയാണ് ആസ്ത്രി വരും. ആസ്ത്രി വരുമ്പോൾ പറയും, എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയാളെ പൊന്നനെ എവിടെ അറിയും? അയാൾ മരിച്ചൊരു 3 മാസമായി. അപ്പോൾ അവിടെ ആ ലീഡും ബ്രേക്കായി. അപ്പോൾ ഇയാൾ എന്തായാലും ഈ റൊസാരിയോയുടെ വീട് അന്വേഷിച്ച് ക്രിസ്റ്റി ഹൗസിൽ എത്താണ്, വേറെ ഏതോ ഭാഗത്താണ്. ക്രിസ്റ്റി ഹൗസിൽ നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഞങ്ങൾക്ക് അങ്ങനെ റൊസാരിയോ അറിയില്ല, ഒരു ആഴെ അറിയില്ല എന്ന രീതിയിൽ പറയും. അപ്പോൾ പിന്നെ ഇത് റൊസാരിയോയുടെ വീടല്ലേ, നിങ്ങൾ എന്താ ഇവിടെ താമസിച്ചത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പത്രത്തിൽ പരസ്യം കണ്ടു വന്ന് മേടിച്ചതാണ്, വിറ്റുപോയ വീടാണ്. അതിനാണ് ഞങ്ങളായിട്ട് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് അവരെ പറ്റി ഒന്നും അറിയില്ല. ഈ വീടും സ്ഥലവും ഉണ്ടായിരുന്നത് ആ റൊസാരിയോയുടെ ഭാര്യയുടെ പേരിലായിരുന്നു. അല്ല, അവർക്കൊരു ഭാര്യയും മകനും മാത്രമേ ഉള്ളൂ. അത് ഇവർക്ക് അറിയാം, അവരെ കേട്ടുകേൾവിയാണെന്ന് വെച്ചിട്ടാണ് അവർ പറയുന്നത്, നാട്ടുകാരൊക്കെ പറഞ്ഞത് വെച്ചിട്ടാണ് അവർ പറയുന്നത്. ഭാര്യയുടെ പേര് ശ്രീദേവി റൊസാരിയോ, മകനായിരുന്നു ഇവരുടെ ക്രിസ്റ്റി. ഏതാനും മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് ശ്രീദേവി മരിച്ചുപോയി. അപ്പം മകൻ ബാക്കിയില്ല. അപ്പം മകൻ്റെ പേരിലല്ലേ വീട് വേണ്ടത്, മകനാണോ നിങ്ങൾക്ക് വിറ്റത്? അല്ല, ശ്രീദേവിയുടെ അച്ഛനാണ് ഈ വീട് ഞങ്ങൾക്ക് വിറ്റത്. അപ്പം ഈ മകനെവിടെ? മകൻ ഇപ്പം എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അയാൾക്ക് എന്തോ കുറച്ച് തലയ്ക്ക് സുഖമില്ലായിരുന്നു എന്നൊക്കെ ആണ് കേൾക്കുന്നത് പറയും. ഇയാൾ പിന്നെ ശ്രീദേവിയുടെ അച്ഛനെ പോയി കാണും. റൊസാരിയോ ശ്രീദേവിയെ കല്യാണം കഴിച്ചതിന് നിങ്ങൾക്ക് വിരോധമൊന്നും ഉണ്ടായില്ലേ ചോദിക്കും. അപ്പോൾ അതിലൊരു വളരെ വ്യത്യസ്തമായിട്ട് ക്ലീഷേ ബ്രേക്കിംഗ് ആണ് പറയും. എന്ത് വിരോധം? അല്ല, ഒരു ക്രിസ്ത്യനെ കല്യാണം കഴിക്കുകയാണ് ഈ ശ്രീദേവി എന്നൊക്കെ പറയുമ്പോൾ ഈ ജാതി മത പ്രശ്നമൊന്നും തോന്നിയില്ലേ ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം കുറച്ച് വിഷമമൊക്കെ തോന്നി. പിന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഞാൻ വിട്ടിയാവുണ്ടല്ലോ വെച്ച് ഞാൻ മിണ്ടാതിരുന്നാൽ എതിർക്കാനൊന്നും പോയില്ല. അത് പക്ഷേ കല്യാണത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അധികം. അവർ വേറെ ബോംബെയിൽ എവിടെയൊക്കെ ആയിരുന്നു. ഇപ്പം ഞങ്ങളായിട്ട് ഇത് അടുപ്പമൊന്നുമില്ല. അപ്പോൾ ഇവർ ഈ പഴയ ആൽബം ഇയാൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ആൽബം കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ഈ ശ്രീദേവി എങ്ങനെ മരിച്ചതെന്ന് അറിയണ്ട. അപ്പോൾ ശ്രീദേവി ആശുപത്രിയിൽ കടന്നിട്ട് അവർക്കൊരു ചെറിയ അപകടം പറ്റി ഉണ്ടായിരുന്നു. ഇതായിട്ട് ആശുപത്രിയിൽ കടന്നു. ആശുപത്രിയിൽ കിടന്നിട്ട് അങ്ങനെ മരിച്ചതാണ്, ശ്വാസമുട്ടലോ എന്തൊക്കെയായിട്ട് അങ്ങനെ മരിച്ചതാണ്. അപ്പം മകന്, ഈ കൊച്ചുമകന് കുറച്ച് തകരാറുണ്ടായിരുന്നു അല്ലേ? അവന് കുറച്ച് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ല, ആദ്യമേ ഉണ്ടായിരുന്നു എന്നുള്ള പോലെയാണ് പറയണത്. കുറച്ച് തകരാറുണ്ടായിരുന്നു അവനെ, പിന്നെ ആശുപത്രിയിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇയാൾ ഈ ഫോട്ടോസ് ആൽബം എടുത്ത് നോക്കുമ്പോൾ ഒരു ഭർത്താവ് ദേവൻ, ഭാര്യ, മകനുണ്ട്, കുട്ടിയാവുമ്പോഴത്തെ ഫോട്ടോ ഉണ്ട്, മുതിർന്ന ഫോട്ടോ ഉണ്ട്. മുതിർന്ന ഫോട്ടോയിൽ നോക്കുമ്പോൾ സുരേഷ് ഗോപിയാണ്.